ജസ്റ്റിസ് ഉബൈദാണ് ഉപഹർജി പരിഗണിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ CBI കോടതി വിധിക്കെതിരെ CBI സമർപ്പിച്ച റിവിഷൻ ഹർജി വേഗത്തിൽ തീർപ്പാക്കണമെന്നാണ് ഉപഹർജിയിലെ ആവശ്യം. 47 പേജുള്ള ഉപഹർജിയാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ലാവ്ലിൻ ഇടപാടിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നും അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതിൽ കുറ്റക്കാരനാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഉപഹർജി. തെളിവുകൾ പലതും കീഴ്ക്കോടതി പരിഗണിച്ചില്ല എന്നും ഉപഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതേ വിഷയത്തിൽ 2014 ജനുവരിയിൽ ക്രൈം എഡിറ്റർ TP നന്ദകുമാറും ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയിട്ടുണ്ട്. പള്ളിവാസൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ കരാറിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു CBI കേസ്. ഇടപാടിൽ പിണറായി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നായിരുന്നു ആരോപണം. ഈ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ലെന്ന് കാണിച്ചാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ CBI കോടതി വെറുതെ വിട്ടത്. മീഡിയ 1 കൊച്ചി.